ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തന്നിരിക്കുന്ന വിഷയം ക്രിസ്തു ശരീരമാകുന്ന സഭ എന്നതാണ്. അതിന് ആധാരമായി തന്നിരിക്കുന്ന സുവിശേഷ വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വചനങ്ങളാണ്. ഈ സുവിശേഷ വേദഭാഗത്തിൽ ഈ മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിത് തരാം എന്ന് പറയുന്നു. യേശു അത് തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് യേശു മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ലേഖന വേദഭാഗമായ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 12 മുതൽ 27 വരെയുള്ള വചനങ്ങൾ നാം നോക്കിയാൽ അതിൽ ശരീരമാകുന്ന മന്ദിരത്തിന്റെ പല നിർവചനങ്ങൾ കാണാൻ സാധിക്കും. ശരീരം ഒരു അവയവമല്ല, പലതത്രേ എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങളായ കണ്ണ്, ചെവി, കൈകാലുകൾ ഇവയെല്ലാം ചേരുന്നതാണ് ഒരു ശരീരം. എന്നാൽ ഇവയുടെ ഉപയോഗം പലതുമാണ്. ഒരു അവയവത്തിനും നീ ശരീരത്തിൻ്റെതല്ലെന്ന് പറയാൻ കഴിയില്ല. എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായ കഴിവും ഉപയോഗവും ഉണ്ട്. ഒന്നിനെയും മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ല. അതായത് ക്രിസ്തു യവനനെന്നോ യഹൂദനെന്നോ എബ്രായനെന്നോ താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ മാറ്റി നിർത്താതെ എല്ലാവർക്കും ഒരുപോലെയുള്ള പരിഗണന നൽകി, അതുപോലെ നമുക്കും നമ്മുടെ ചുറ്റിലും ഉള്ളവരെ യാതൊരു തരത്തിലും വേർതിരിച്ച് നിർത്താതെ നമ്മോട് ചേർത്ത് നിർത്താനും അവരെ അംഗീകരിക്കാനും ഈ നോമ്പുകാലം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.